ഒന്നുമില്ലായ്മയിൽ നിന്നും അതിസമ്പന്നനായ ഒരു വ്യക്തി. 9 തവണ വെടി കൊണ്ടിട്ട് പോലും മരണത്തെ കളിയാക്കിക്കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നൊരു വ്യക്തി. പലപ്പോഴും സിനിമകളിൽ മാത്രം നമ്മൾ കാണുന്ന ഈ ബുദ്ധിയും ശക്തിയും ചേർന്നിട്ടുള്ള ഒരു നായക പരിവേഷം ഉണ്ടല്ലോ, അതാണ് 50 സെന്റ് എന്നറിയപ്പെടുന്ന കർട്ടിസ് ജാക്സൺ. നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒക്കെ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരുപാട് ഇൻസ്പിറേഷൻ തരുന്ന ഒരു കഥയായിരിക്കും 50 സെന്റിൻ്റെത്. ഇന്ന് അദ്ദേഹത്തിന്റെ ആ കഥയെ കുറിച്ചായിരിക്കും നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വെൽക്കം ടു ദ ന്യൂ വീഡിയോ. ജൂലൈ 6, 1975 50 സെന്റ് എന്നറിയപ്പെടുന്ന കർട്ടിസ് ജാക്സൺ ജനിക്കുന്നത്. ന്യൂയോർക്കിലെ ക്വീൻസ് നഗരത്തിൽ ജനിച്ചു വീണ കർട്ടിസിന് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ ആരാണെന്ന് പോലും അവൻ അറിയില്ലായിരുന്നു. അവന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അമ്മ ഉപജീവന മാർഗമായി കണ്ടുപിടിച്ചത് ഡ്രഗ് ഡീലിംഗ് ആണ്. 1980 കാലഘട്ടത്തില് ന്യൂയോർക്കിലെ പ്രധാന ലഹരിയായിരുന്നു കൊക്കൈൻ. മറ്റ് ലഹരി വസ്തുക്കളെക്കാളും വിലക്കുറവും എന്നാൽ ഹൈ അഡിക്ഷനുമുള്ള ഈ കൊക്കൈൻ ന്യൂയോർക്കിൽ തരംഗമായിരുന്നു. അതിന് ഒരുപാട് ആവശ്യക്കാർ വന്നുണ്ടായിരുന്നു. ന്യൂയോർക്കിലെ ക്വീൻസ് ആയിരുന്നു ഇതിന്റെ പ്രധാന ഹബ്ബ്. കർട്ടിസിന്റെ അമ്മ മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന മറ്റ് പല ആളുകളും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായി കണ്ടുപിടിച്ച മാർഗം ഇത്തരത്തിലുള്ള ലഹരി വിൽപ്പനയായിരുന്നു. അങ്ങനെ കുഞ്ഞു കർട്ടിസിന് അവന്റെ എല്ലാമായിരുന്ന അമ്മ അവന് വെറും 8 വയസ്സുള്ളപ്പോഴായിരുന്നു മരണപ്പെടുന്നത്. ലഹരി വിൽപ്പനയിൽ തന്നെ ഉണ്ടായ എന്തോ തർക്കവും പ്രശ്നമൊക്കെ കാരണം കർട്ടിസിന്റെ അമ്മയെ കുറച്ച് ആളുകൾ കൊന്നുകളയുകയായിരുന്നു. ഞാനിപ്പോ ഈ മരണത്തെ കുറിച്ച് വളരെ ലളിതമായി പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അക്കാലത്ത് ക്വീൻസിൽ ഇത്തരത്തിലുള്ള ലഹരി സംബന്ധമായ തർക്കങ്ങളും യുദ്ധങ്ങളും അതിൽ മരണങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് വളരെ നോർമലായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള ഒരു മരണത്തിനോ അല്ലെങ്കിൽ ഒരു കൊലപാതകത്തിനോ ശേഷമൊന്നും പലപ്പോഴും അന്വേഷണമൊന്നും ഒരുപാട് നാൾ പോവുകയില്ല. കാരണം അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡ്രഗ് ഡീലിംഗ് എന്ന് പറയുന്ന മേഖലയിലേക്ക് സ്വയമേ വന്ന ആളുകളല്ലേ. അപ്പൊ അതിന്റെ വരുംവരായകൾ അവർ അനുഭവിച്ചു പോട്ടെ, അവരുടെ നഷ്ടം ആരെ എങ്ങനെ ബാധിക്കാൻ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു അന്നത്തെ പോലീസുകാർക്ക്. അമ്മ മരിച്ചതിന് ശേഷം ഒറ്റയ്ക്കായ കർട്ടിസിനെ പിന്നീട് അങ്ങോട്ട് നോക്കിയിരുന്നത് അവന്റെ അപ്പൂപ്പനും അമ്മൂമ്മയുമാണ്. നല്ല ദൈവഭക്തിയോട് ജീവിച്ചിരുന്ന അവന്റെ അമ്മൂമ്മയുടെ ശിക്ഷണത്തിൽ കുറച്ചു നാൾ നമ്മുടെ കർട്ടിസ് മിടുക്കനായി തന്നെ വളർന്നു. പക്ഷെ 12-ാം വയസ്സെത്തിയപ്പോഴേക്കും ഈ ക്വീൻസ് എന്ന് പറയുന്ന നഗരം അതിന്റെ തിന്മകളിലേക്ക് ഇവനെയും വലിച്ചടിപ്പിക്കാൻ തുടങ്ങി. ക്വീൻസിലുള്ള പല ആളുകൾക്കും ലഹരി വിൽക്കണം. ലഹരി വിൽക്കാൻ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് കൊച്ചുകുട്ടികളാണ്. 10 വയസ്സ് മുതലുള്ള കുട്ടികളുടെ കയ്യിൽ ഇത്തരം ലഹരികൾ വിൽക്കാൻ കൊടുത്തുവിടുന്ന ഒരു കൂട്ടം ആളുകളുടെ കയ്യിൽ നമ്മുടെ കുഞ്ഞു കർട്ടിസും അകപ്പെട്ടു. ലഹരി വിൽക്കുന്നത് റിസ്ക് കൂടിയ പരിപാടിയാണ്. എന്നാൽ റിസ്ക് കൂടുതലെടുത്താൽ കൂടുതൽ പൈസ കിട്ടും എന്നുള്ള ലോജിക്ക് അന്ന് 12-ാം വയസ്സിൽ തന്നെ കർട്ടിസിന് അറിയാമായിരുന്നു. പിന്നീട് അങ്ങോട്ട് കർട്ടിസിന്റെ ചിന്ത ഇതായിരുന്നു, താൻ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണല്ലോ, അപ്പൊ സ്കൂൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഡ്രഗ്സ് വിൽപ്പന പോസിബിൾ ആവുള്ളൂ. പക്ഷെ സ്കൂൾ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് വൈകി വരുന്നു എന്നുള്ളത് വീട്ടുകാർ ചോദിക്കും. അങ്ങനെ ഈ കർട്ടിസ് അവന്റെ വീട്ടുകാരോട് ഒരു കള്ളം പറയാൻ ശ്രമിക്കുകയാണ്. അവൻ പോയി പറഞ്ഞു അവന് ഒരു എക്സ്ട്രാ ക്ലാസ്സിൽ അവൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ എക്സ്ട്രാ ക്ലാസ് സ്കൂൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും പലപ്പോഴും നടക്കുന്നത്. അതുകൊണ്ട് ഇനി മുതൽ അവൻ വൈകി മാത്രമേ വീട്ടിലേക്ക് വരുള്ളൂ. അങ്ങനെ ഓരോ ദിവസവും സ്കൂളിന്റെ അവസാനത്തെ മണി മുഴങ്ങുന്ന സമയത്ത് തന്നെ അവൻ അവന്റെ ബാഗ് എടുത്തുകൊണ്ട് ഓടും. പിന്നീടുള്ള അവന്റെ പരിപാടി എന്ന് പറയുന്നത് സ്ട്രീറ്റ്സിൽ പോയി ഡ്രഗ്സ് വിൽക്കുക എന്നുള്ളതാണ്. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു ദിവസം നമ്മുടെ കൊച്ചു കർട്ടിസ് പോലീസിന്റെ കയ്യിൽ അകപ്പെട്ടു. കർട്ടിസ് ഒരു കൊച്ചു കുട്ടി ആയതുകൊണ്ട് തന്നെ കർട്ടിസിന്റെ കേസ് നടന്നത് ഒരു ജുവനൈൽ കോർട്ടിൽ വെച്ചാണ്. സ്വാഭാവികമായിട്ടും അവന്റെ പ്രായത്തെ കണക്കാക്കി ആ ജുവനൈൽ കോർട്ട് അവനെ വെറുതെ വിട്ടു. പിടിക്കപ്പെട്ടെങ്കിലും വളരെ എളുപ്പത്തിൽ ഇറങ്ങി പോകുന്ന കർട്ടിസിന് ഒരു കാര്യം മനസ്സിലായി, തന്റെ പ്രായം തനിക്കൊരു അഡ്വാൻറ്റേജ് ആണ്. തന്നെ അങ്ങനെ ജയിലിൽ പിടിച്ചിടാൻ ഇവർക്ക് പറ്റില്ല. പിന്നീട് പലപ്പോഴും കർട്ടിസ് പിടിക്കപ്പെടും, എന്നാൽ അവന് ജയിലിൽ പോകേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും വരില്ല. പലപ്പോഴും അവന്റെ പ്രായത്തെ കണക്കാക്കി അവനെ വെറുതെ വിടുകയും ചെയ്യും. പക്ഷെ 19-ാം വയസ്സിൽ അവൻ ഒന്നും കൂടെ പിടിക്കപ്പെട്ടു. എന്നാൽ അന്ന് അവനെ രക്ഷിക്കാൻ അവന്റെ പ്രായം ഉണ്ടായിരുന്നില്ല. ഏകദേശം 1 വർഷത്തിനടുത്തുള്ള കഠിന തടവാണ് കോടതി അന്ന് അവന് കൊടുത്തത്. ജയിലിൽ പോയ കർട്ടിസിന് ഒരു കാര്യം മനസ്സിലായി, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ജയിലിൽ വന്നുകൊണ്ടിരുന്നാലും നമ്മുടെ പരിപാടികളൊന്നും നടക്കില്ല. കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ലീഗലായിട്ടുള്ള മെത്തേഡിൽ പൈസ ഉണ്ടാക്കാൻ തുടങ്ങണം. ഇല്ലീഗലായിട്ടുള്ള മെത്തേഡുകൾ പലപ്പോഴും നമുക്ക് പൈസ അധികം തരുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ സമയവും അതിനനുസരിച്ച് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് കർട്ടിസിന് വന്നതോടെ അവൻ പുതിയ പദ്ധതി മെനയാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് കർട്ടിസിന്റെ ചിന്ത എന്ന് പറയുന്നത് ഈ ഡ്രഗ് ഡീലിംഗ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ താൻ എന്ത് ചെയ്ത് പൈസ ഉണ്ടാക്കും.
കേർട്ടിസ് അന്ന് ചിന്തിച്ചപ്പോൾ അവന്റെ മുമ്പിലുള്ള പല ആളുകളും പൈസ ഉണ്ടാക്കുന്നത് 3 തരം മെത്തേഡുകളിലൂടെയാണ്. ഒന്ന്, ഡ്രഗ്സ് വിറ്റിട്ട്, അത് താൻ പരീക്ഷിച്ച് നോക്കി, തനിക്കത് ഇഷ്ടപ്പെട്ടില്ല, അത് താൻ വിടാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. 2, ബിസിനസ് ചെയ്തിട്ട്. പക്ഷെ ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഇനിഷ്യലായിട്ടൊരു ക്യാപിറ്റൽ വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. മാത്രമല്ല ഒരുപാട് നെറ്റ്വർക്കിംഗ് കാര്യങ്ങളൊക്കെ വേണം. അതും അവന് പറ്റില്ല. മാത്രമല്ല അവൻ ഇപ്പൊ നിലവിൽ അത്തരത്തിലുള്ള ഒരു ഫണ്ട് അവന്റെ കയ്യിൽ ഇല്ലതാനും. പിന്നീട് മൂന്നാമതായി പൈസ ഉണ്ടാക്കുന്ന ആളുകൾ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് റാപ്പ് സോങ്ങുകൾ ഇറക്കിയിട്ടാണ്. ഹിപ്ഹോപ്പ് ഇൻഡസ്ട്രി ഭയങ്കര വലിയൊരു ഇൻഡസ്ട്രി ആയിരുന്നു. അന്ന് ഒരുപാട് പൈസ ഉണ്ടാക്കുന്ന ആളുകളിൽ പലരും ഈ പറയുന്ന ഹിപ്ഹോപ്പ് ആർട്ടിസ്റ്റുകളായിരുന്നു. അപ്പോൾ അവനൊരു ഐഡിയ കിട്ടി. അവൻ ചിന്തിച്ചു, തനിക്ക് നല്ല രീതിയിൽ പാട്ടുകൾ എഴുതാൻ പറ്റും, അതുപോലെ തന്നെ അത്യാവശ്യം പാടാനും പറ്റും. അപ്പൊ എന്തുകൊണ്ട് തനിക്കൊരു റാപ്പർ ആയിക്കൂടാ? അങ്ങനെ അവന്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഹിപ്ഹോപ്പ് ഇൻഡസ്ട്രിയിലേക്ക് കടക്കുക എന്നുള്ളതായിരുന്നു. ക്യൂൻസ് നഗരത്തിൽ തന്നെ റൺ DMC എന്ന് പറയുന്ന ഒരു ഹിപ്ഹോപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിലെ അംഗമായ ജാം മാസ്റ്റർ ജെ എന്ന വ്യക്തിയുടെ കീഴിലായിരുന്നു കേർട്ടിസിന്റെ പിന്നീടുള്ള പരിശീലനം. ഒരു പാട്ട് എങ്ങനെ ഉണ്ടാക്കണം, റാപ്പ് മ്യൂസിക്കിന് വേണ്ടി വരികൾ എങ്ങനെ എഴുതണം, ആ വരികൾ എങ്ങനെ ചേർത്ത് വെക്കണം എന്നൊക്കെ ഈ ജിം മാസ്റ്റർ ജെ ആണ് കേർട്ടിസിന് പറഞ്ഞു കൊടുക്കുന്നത്. ഒരു കാര്യം ചെയ്യുമ്പോൾ എല്ലാം അതിന്റെ രീതിക്ക് ചെയ്യണമല്ലോ. അപ്പൊ കേർട്ടിസ് ചിന്തിച്ചു, തന്റെ പാട്ടുകളൊക്കെ അടിപൊളിയാണ്, തന്റെ വരികളും കൊള്ളാം, പക്ഷെ തന്റെ പേര് കുറച്ച് നീണ്ടതാണ്, കേർട്ടിസ് ജാക്സൺ എന്നുള്ള പേര്. അപ്പൊ അതൊന്ന് കട്ട് ഷോർട്ട് ആക്കണം. മാത്രമല്ല പാട്ട് പാടുമ്പോൾ താൻ ആളുകളിലേക്ക് കൊടുക്കുന്ന ഒരു ഇമേജും തന്റെ യഥാർത്ഥ ജീവിതത്തിലെ ഇമേജും തമ്മിൽ ഭയങ്കര വ്യത്യാസം വേണമെന്നുള്ളത് കേർട്ടിസിന് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരു പേര്, ഒരു സ്റ്റേജ് നെയിം അഡോപ്റ്റ് ചെയ്താൽ ഈ ഒരു ഇമേജ് ഷിഫ്റ്റിങ്ങിന് സഹായിക്കും എന്ന് അവൻ വിശ്വസിച്ചു. അങ്ങനെ കേർട്ടിസ് തന്റെ സ്റ്റേജ് നെയിമായി അഡോപ്റ്റ് ചെയ്ത പേരായിരുന്നു 50 സെന്റ്. 1980-കളിൽ കെൽവിൻ മാർട്ടിൻ എന്നൊരു കള്ളൻ ജീവിച്ചിരുന്നു. വഴിയിൽ കൂടെ പോകുന്നവരെ ഗൺ പോയിന്റിൽ നിർത്തി അവരുടെ കയ്യിൽ നിന്നും എന്തുണ്ടെങ്കിലും അത് അടിച്ചു മാറ്റി ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ കെൽവിൻ മാർട്ടിൻ. കെൽവിൻ ഗൺ പോയിന്റിൽ നിർത്തുന്ന ആളുടെ കയ്യിൽ ഇനി $1 ഇല്ല, വെറും 50 സെന്റ്സ് മാത്രമേ ഉണ്ടെങ്കിൽ പോലും അവൻ അതും അടിച്ചു മാറ്റിയിരുന്നു. കാരണം കെൽവിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്ന പണിക്ക് കൂലി കിട്ടണം, അവന്റെ ഡെയിലി ആവശ്യങ്ങൾ നടന്നു പോകണം, അത് മാത്രമായിരുന്നു. അപ്പോൾ ഈ കെൽവിൻ മാർട്ടിന്റെ ഇത്തരത്തിലുള്ള ഒരു സ്വഭാവം കാരണം അവനെ സ്ട്രീറ്റിൽ അറിയപ്പെട്ടിരുന്നത് 50 സെന്റ് എന്നുള്ള പേരിലായിരുന്നു. അപ്പൊ ഈ കെൽവിൻ മാർട്ടിന്റെ പേരിൽ നിന്നും ഇൻസ്പിറേഷൻ എടുത്തിട്ടാണ് നമ്മുടെ കേർട്ടിസ് അവന്റെ സ്റ്റേജ് നെയിമായിട്ട് 50 സെന്റ് എന്ന് പറയുന്ന പേരെടുക്കുന്നത്. ഇതിന് പിന്നില് കേർട്ടിസ് കണ്ട ലോജിക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജീവിക്കാനും രക്ഷപ്പെടാനും താൻ ഏതൊരു എക്സ്റ്റെന്റ് വരെയും പോകും എന്നുള്ളൊരു ആശയമാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മളിൽ പലർക്കും ഇത് കോമഡി ആയിട്ട് തോന്നും. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിക്കണം, നമ്മുടെ ഇൻസ്പിറേഷൻ നമ്മൾ പലപ്പോഴും എടുക്കുന്നത് നമ്മൾ ആരാധിക്കുന്ന വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ ചുറ്റും കാണുന്ന സാഹചര്യങ്ങളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ ഒക്കെ ആയിരിക്കണം. അപ്പൊ അന്ന് കേർട്ടിസിന് മുന്നിൽ അവൻ നോക്കിക്കണ്ട അല്ലെങ്കിൽ അവൻ അറിയാവുന്ന ഒരു ഫേമസ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഈ 50 സെന്റ് ആണ്. ഇതൊരു ലെജൻഡറി ക്യാരക്ടറായിട്ട് അവൻ കൊണ്ടു നടക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനെ ഒരാളിൽ നിന്നും ഇൻസ്പിറേഷൻ എടുക്കുന്ന കേർട്ടിസ് എന്ന് പറയുന്നത് അത് അവന്റെ ലിമിറ്റഡ് വ്യൂവിന്റെ പ്രശ്നമായിരുന്നു. അത് എന്തായാലും ഈ പേര് അവൻ അഡോപ്റ്റ് ചെയ്തത് ഒട്ടും തന്നെ മോശമായില്ല. കാരണം പിന്നീട് അങ്ങോട്ട് ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരു പേരായി മാറി 50 സെന്റ്. ജാം മാസ്റ്റർ ജെയുടെ കൂടെ പ്രാക്ടീസ് പോലെ കുറെ ട്രാക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും 50 സെന്റിന്റെ ആദ്യത്തെ പാട്ട് എന്ന് പറയുന്നത് ഹൗ ടു റോബ് എന്നതായിരുന്നു. ഒരുപാട് ആർട്ടിസ്റ്റുകളെ ചൊടിപ്പിച്ച ഒരു സോങ് കൂടിയായിരുന്നു ഈ ഹൗ ടു റോബ്. 50 സെന്റ് ആ സോങ്ങിൽ അന്നത്തെ ഫേമസ് ആർട്ടിസ്റ്റുകളായ ജെയ്സി, DMX, ബിഗ് പൺ എന്നടക്കം അനേകം ആളുകളെ തമാശ രീതിയിൽ കളിയാക്കുന്നുണ്ട്. ഈ സോങ് ഭയങ്കര ഹിറ്റായി എന്ന് മാത്രമല്ല, ഈ സോങ്ങിന് ശേഷം ലോകത്തിന് ഒരു കാര്യം മനസ്സിലായി, 50 സെന്റിന് ആരെയും പേടിയില്ല, ആർക്കും 50യെ പേടിപ്പിക്കാനും പറ്റില്ല. കാരണം പലപ്പോഴും ഒരു കലാകാരൻ മറ്റൊരു കലാകാരനെ കളിയാക്കുന്നത് സ്വാഭാവികമാണ്, അങ്ങനെ പലരും ചെയ്യാറുമുണ്ട്. പക്ഷെ അവരൊക്കെ ചെയ്യുന്നത് അവരുടെ പാട്ടിലൂടെ ഇത് ഇന്ന വ്യക്തിയാണ് എന്ന് ഡയറക്റ്റ് പറയാത്ത രീതിയിലാണ്. പക്ഷെ ഇവിടെ നമ്മുടെ 50 ചെയ്തിരിക്കുന്നത് ഈ ഹൗ ടു റോബ് എന്ന് പറയുന്ന പാട്ടില് ഈ പറഞ്ഞ ഓരോ ആളുകളെയും അവരുടെ പേര് തന്നെ ഉപയോഗിച്ച് കളിയാക്കുകയായിരുന്നു. പലപ്പോഴും റാപ്പ് മ്യൂസിക് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഹിപ്ഹോപ്പ് ഇൻഡസ്ട്രിയിൽ ഒരു ആർട്ടിസ്റ്റ് അവന്റെ വരവ് അറിയിക്കുന്നത് മറ്റ് പല ആർട്ടിസ്റ്റുകളെയും ട്രിഗർ ചെയ്തുകൊണ്ടായിരിക്കും. ഇവിടെ 50 സെന്റ് ഇത്രയും പേരെ ഒരുമിച്ച് അവരുടെ ഡയറക്റ്റ് പേരെടുത്ത് ട്രിഗർ ചെയ്തപ്പോൾ തനിക്ക് ഇൻഡസ്ട്രിയിൽ കിട്ടേണ്ട റെസ്പെക്ട് അവൻ ചോദിച്ചു വാങ്ങുന്നത് പോലെ ജനങ്ങൾക്ക് തോന്നി. ജനങ്ങൾക്ക് ഒരു പരിധി വരെ അത് ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് 50 സെന്റിന്റെ സമയമായിരുന്നു. 50 സെന്റിനെ ആളുകൾ ഇഷ്ടപ്പെടാൻ തുടങ്ങി, അവന്റെ പാട്ടുകൾ ആളുകൾ കേൾക്കാൻ തുടങ്ങി. മാത്രമല്ല വളരുന്നതിനോടൊപ്പം തന്നെ ഇൻഡസ്ട്രിക്ക് അകത്തും ഇൻഡസ്ട്രിക്ക് പുറത്തും അവന് ശത്രുക്കളും കൂടി വരാൻ തുടങ്ങി. വർഷം 2000. 50 ഇപ്പോൾ അത്യാവശ്യം ഫേമസ് ആയ ഒരു ആർട്ടിസ്റ്റ് ആണ്. ഒരു ദിവസം തന്റെ അമ്മച്ചിയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോയ 50 സെന്റിനെ ഒരു ഗ്യാങ് അറ്റാക്ക് ചെയ്യുകയായിരുന്നു. 9 തവണയാണ് ഈ ഗ്യാങ് 50 സെന്റിനെ വെടിവെച്ചത്.
50യുടെ കയ്യിലും നെഞ്ചിലും അരയിലും എല്ലാം വെടികൊണ്ടു. എന്തിന്? ഒരു ബുള്ളറ്റ് കവളത്തൂടെ കയറി വായിലൂടെ പുറത്തു വരികയും ചെയ്തു. ഹിപ്പ് ഹോപ്പ് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്ന ആളുകളാണ് ഈ ഒരു അറ്റാക്കിന് പിന്നിൽ എന്നുള്ളതാണ് നാട്ടുകാർ ആദ്യം വിചാരിച്ചിരുന്നത്. എന്നാൽ പിന്നീട് 50 സെന്റ് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇൻഡസ്ട്രിക്ക് അകത്തുള്ള പ്രശ്നമല്ലായിരുന്നു, ഇൻഡസ്ട്രിയുടെ പുറത്തുണ്ടായിരുന്ന ഒരു ശത്രുവിൽ നിന്ന് വന്ന അറ്റാക്ക് ആയിരുന്നു എന്നുള്ളത്. 13 ദിവസം ഹോസ്പിറ്റലിലും 5 മാസം ഫിസിയോതെറാപ്പിയും വേണ്ടി വന്നു 50ക്ക് ഒന്ന് പരസഹായമില്ലാതെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും. 9 തവണയൊക്കെ വെടികൊണ്ടു കഴിഞ്ഞാൽ ഒരു സാധാരണ വ്യക്തി മരിച്ചു പോകും. എന്നാൽ നമ്മുടെ 50 സെന്റ് 6 മാസത്തിൽ റിക്കവർ ആയി എന്നുള്ളത് മാത്രമല്ല, 6ആം മാസം ആയപ്പോഴേക്കും അദ്ദേഹം പാട്ടുകൾ എഴുതാൻ തുടങ്ങി. 2022 തന്റെ തിരിച്ചുവരവിനെ സൂചിപ്പിച്ചുകൊണ്ട് 50 സെന്റ് ഒരു മിക്സ് ടേപ്പ് ഇറക്കി. ഈ മിക്സ് ടേപ്പിന്റെ പേര് ഗെസ് ഹൂസ് ബാക്ക് എന്നുള്ളതായിരുന്നു. ആ പേരിൽ തന്നെ എല്ലാം ഒളിഞ്ഞു കിടപ്പുണ്ട്. തന്നെ മരണത്തിന് പോലും തോപ്പിക്കാൻ പറ്റില്ല, താൻ എങ്ങനെയാണെങ്കിലും തിരിച്ചു വരും എന്ന് 50 സെന്റ് ലോകത്തോട് പറയുകയായിരുന്നു. 50 സെന്റ് ഇറക്കിയ ഈ മിക്സ് ടേപ്പ് അന്ന് ന്യൂയോർക്ക് നഗരം മുഴുവനും കേട്ടു, ആസ്വദിച്ചു. എന്നാൽ ഇത് കേട്ട് 50 ഒരു പൊട്ടൻഷ്യൽ ആർട്ടിസ്റ്റ് ആണ് എന്ന് മനസ്സിലാക്കിയ ആളാണ് എമിനം. കിങ് ഓഫ് റാപ്പായ എമിനം പറഞ്ഞ പിന്നെ മറുവാക്കില്ലല്ലോ. എമിനം 50യുടെ പാട്ടും കൊണ്ട് നേരെ ചെന്നത് ഡോക്ടർ ഡ്രേയുടെ അടുത്താണ്. ഈ ഡോക്ടർ ഡ്രേക്ക് ഒരു കഴിവുണ്ട്, അദ്ദേഹത്തിന് ടാലന്റുകളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ പുള്ളി ഐഡന്റിഫൈ ചെയ്ത പല ടാലന്റുകളും ലോക പ്രശസ്തരാണ്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ എമിനം തന്നെയാണ്. അപ്പൊ ഈ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് അറിയാത്ത ആളുകൾക്ക് വേണ്ടി പറഞ്ഞു തരാം. എമിനം, ഡോക്ടർ ഡ്രേ എന്നൊക്കെ പറയുന്ന ആളുകൾ ഈ ഇൻഡസ്ട്രിയിലെ തന്നെ അതികായന്മാരാണ്, ലെജൻഡ്സ് ആണ്. അപ്പൊ അവരെടുക്കുന്ന ഒരു ഡിസിഷൻ എപ്പോഴും വളരെ ഇമ്പോർട്ടന്റ് ആണ്. 50യുടെ ട്രാക്ക് കേട്ട ഡോക്ടർ ഡ്രേ ഉടനെ തന്നെ 50യോട് അവരുടെ റെക്കോർഡ് ലേബലിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. റാപ്പ് ഇൻഡസ്ട്രിയുടെ രാജാവായ എമിനവും സ്റ്റാർ മേക്കറായ ഡോക്ടർ ഡ്രേയുടെയും സപ്പോർട്ടൊക്കെ കിട്ടിയതോടുകൂടെ 50 സെന്റിന്റെ ലെവലേ അങ്ങോട്ട് മാറിപ്പോയി. പിന്നീട് അങ്ങോട്ട് രാജവാഴ്ചയായിരുന്നു 50ക്ക്. ഇവരുടെ രണ്ടുപേരുടെ റെക്കോർഡ് ലേബൽസിന്റെ പിന്തുണയോടുകൂടി 50 സെന്റ് ഇറക്കിയ ഗെറ്റ് റിച്ച് ഓർ ഡൈ ട്രൈയിങ് എന്ന് പറയുന്ന ആൽബം ആ കാലത്ത് 12 മില്യൺ കോപ്പിയാണ് വിറ്റഴിഞ്ഞത്. അതിലെ തന്നെ ഇൻ ദ ക്ലബ് എന്ന് പറയുന്ന സോങ് ലോകം മുഴുവനും ഹിറ്റായി. നിങ്ങൾ പലർക്കും 50യുടെ ആ സോങ് ആയിരിക്കും ഏറ്റവും കൂടുതൽ അറിയുന്നത്. ഇതും കൂടെ കഴിഞ്ഞപ്പോൾ 50 സെന്റ് ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു റാപ്പറായി മാറിക്കഴിഞ്ഞിരുന്നു. 50 സെന്റിന് കുട്ടിക്കാലം മുതലേ തന്നെ കുറച്ച് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതിൽ ലോയിഡ് ബാങ്കും ടോണി ഏയോയും ഒക്കെ ആയിരുന്നു പ്രധാനികൾ. ഈ എമിനത്തിന്റെയും ഡോക്ടർ ഡ്രേയുടെയൊക്കെ കൂടെയുള്ള കരിയർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവര് ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു റാപ്പ് ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിന്റെ പേര് ഗറില്ല യൂണിറ്റ് എന്നായിരുന്നു, ജി യൂണിറ്റ്. അന്ന് പക്ഷെ അത് അത്ര ഫേമസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഒന്നും അല്ല. 50യുടെ കരിയർ ഇങ്ങനെ അടിപൊളിയായി സക്സസ്ഫുൾ ആയി പോയിരിക്കുന്ന സമയത്ത് തന്നെ 50 ഈ ഗ്രൂപ്പിനെ വെച്ച് ഒരു റെക്കോർഡ് ലേബൽ തുടങ്ങുകയായിരുന്നു. ആ റെക്കോർഡ് ലേബലിനും പുള്ളി കൊടുത്ത പേര് ജി യൂണിറ്റ് എന്നാണ്. 2003 ജി യൂണിറ്റിലെ ഗ്യാങ് മെമ്പേഴ്സ് എല്ലാം കൂടെ ചേർന്ന് ബെഗ് ഫോർ മേഴ്സി എന്നൊരു ആൽബം ഇറക്കി. 2 മില്യൺ കോപ്പീസ് ആണ് US-ൽ മാത്രം ഇതിന്റെ വിറ്റുവരവ് ഉണ്ടായിരുന്നത്. 50യുടെ ജി യൂണിറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് വെറും ഒരു ഗ്രൂപ്പ് മാത്രമായിരുന്നില്ല, ഒരുപാട് ആരാധകരുള്ള ഒരു മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്ത ഒരു ഗ്രൂപ്പും കൂടെ ആയിരുന്നു 50 സെന്റിന്റെ ജി യൂണിറ്റ്. എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയുടെ ഉച്ചകോടിയിൽ നിൽക്കുമ്പോൾ തന്നെ 50 സെന്റ് എന്ന് പറയുന്ന അതിബുദ്ധിമാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഈ ഒരു ഹിപ്പ് ഹോപ്പ് ഇൻഡസ്ട്രിയിലുള്ള വിജയവും പരാജയവും ഒന്നും ശാശ്വതമല്ല, അതിങ്ങനെ മാറി വന്നുകൊണ്ടേയിരിക്കും. ഒരു കാലത്ത് ആളുകൾ തന്റെ മ്യൂസിക്കുകൾ കേൾക്കുന്നത് നിർത്തിക്കഴിഞ്ഞാൽ പിന്നീട് താൻ പൈസ ഉണ്ടാക്കാൻ എന്ത് ചെയ്യും? 50യെ പോലെ ഒരു വ്യക്തിക്ക് പൈസ ഉണ്ടാക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പുള്ളിയുടെ ബ്രെയിൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസിനെ കുറിച്ചാണ്. പൊതുവെ ഈ ഒരു ഹിപ്പ് ഹോപ്പ് ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ കാണിക്കുന്ന മണ്ടത്തരം എന്താണെന്ന് പറഞ്ഞാൽ, ചെറിയൊരു വിജയം വരുമ്പോൾ തന്നെ അവർക്ക് ഒരുപാട് പൈസ കിട്ടും. ഈ പൈസ ഇവര് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയും ഒക്കെ ഉപയോഗിച്ച് നഷ്ടപ്പെടുത്തുകയാണ്. ലക്ഷറി ഐറ്റംസ്, വലിയ വലിയ വില്ലകള്, ഗോൾഡ് ചെയിൻസ്, ഡയമണ്ട് ചെയിൻസ് ഒക്കെ വാങ്ങിച്ച് ഇവരുടെ കയ്യിലെ പൈസ മൊത്തം തീർക്കും. പക്ഷെ നാളെ ഒരു സമയത്ത് ഇവരുടെ പാട്ടുകൾ പിന്നീട് ആളുകൾ അക്സെപ്റ്റ് ചെയ്യാണ്ട് വരുമ്പോൾ ഈ പല കാര്യങ്ങളും എടുത്തു വെച്ചിരിക്കുന്നത് ലോണിലൊക്കെ ആയിരിക്കും. ആ കടങ്ങൾ ഇവരുടെ മുകളിലേക്ക് വന്ന് പിന്നീട് ഇവര് ഇൻഡസ്ട്രിയിൽ തന്നെ ഔട്ടായി ജീവിതത്തിൽ തന്നെ ഫിനാൻഷ്യലി ഒരുപാട് ഡെറ്റുകളിലേക്കൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടാവും. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം തനിക്കൊരിക്കലും വരാൻ പാടില്ല എന്ന് 50 സെന്റിന്റെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 50 സെന്റിന്റെ പിന്നീടുള്ള ഫോക്കസ് എന്തെങ്കിലും ബിസിനസ്സുകൾ ചെയ്യാം. 2003 തന്റെ റെക്കോർഡ് ലേബലിന്റെ പേരായ ജി യൂണിറ്റിന്റെ അണ്ടറിൽ തന്നെ 50 സെന്റും ഗ്യാങ്ങും ഒരു ക്ലോത്തിങ് കമ്പനി തുടങ്ങി. വാർഷിക വരുമാനം 100 മില്യൺ വരെ പോയ വർഷങ്ങളുണ്ടായിരുന്നു ഈ കമ്പനിക്ക്. ബിസിനസ്സിൽ തനിക്കൊരു രാശിയുണ്ട്, തനിക്കൊരു സ്കില്ലുണ്ട്, കഴിവുണ്ടെന്ന് മനസ്സിലാക്കി 50 സെന്റ് ഈ ഒരു ക്ലോത്തിങ് ബ്രാൻഡിനൊപ്പം മറ്റു ബിസിനസ്സുകളും ചെയ്യാൻ തുടങ്ങി.
2004 ഗ്ലേഷ്യോ എന്ന് പറയുന്ന ഒരു ചെറിയ കമ്പനിയിൽ 50 സെന്റ് ഇൻവെസ്റ്റ് ചെയ്തു. ഇതൊരു ബിവറേജസ് കമ്പനിയാണ്. അതിന്റെ വൈറ്റമിൻ വാട്ടർ വിങ്ങിലാണ് 50 സെന്റ് ഇൻവെസ്റ്റ് ചെയ്തത്. 2007 കൊക്കക്കോള കമ്പനി ഈ ഗ്ലേഷ്യോ എന്ന് പറയുന്ന കമ്പനിയെ വാങ്ങുകയായിരുന്നു. വാങ്ങിയത് $4.5 ബില്യൺ. അപ്പൊ ആ ഒരു കച്ചവടത്തിൽ തന്നെ 50 സെന്റിന് ഏകദേശം ഒരു 100 മില്യന്റെ അടുത്ത് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 2005 ആയപ്പോഴേക്കും 50 സെന്റ് മറ്റേത് ഫേമസ് വ്യക്തിയും ചെയ്യുന്നത് പോലെ തന്നെ ആക്ടിങ്ങിലും ഒരു പരീക്ഷണം നടത്തി നോക്കി. അതിലും പുള്ളിക്കാരന് അത്യാവശ്യം മോശമില്ലാത്ത റെസ്പോൺസ് ആണ് കിട്ടിയിരുന്നത്. ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു സക്സസും കൂടെ കിട്ടിയപ്പോഴേക്കും 50 സെന്റ് കോൺഫിഡന്റ് ആയി. 2014 ആയപ്പോൾ പവർ എന്ന് പറയുന്ന ഒരു സീരീസിന്റെ പ്രൊഡക്ഷൻ 50 സെന്റ് ഏറ്റെടുത്തു. ഈ പവർ എന്ന് പറയുന്ന സീരീസ് അവിടെ ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള സീരീസ് ആണ്. ഈ ഒരു സീരീസിന്റെ സക്സസ് കണ്ടതിന് ശേഷം സ്റ്റാർസ് എന്ന് പറയുന്ന വലിയ മീഡിയ കമ്പനി 50 സെന്റുമായി ഡീല് വെക്കുകയാണ്. $150 മില്യൺ ഒരു ഡീല് ഇതുപോലുള്ള സീരീസുകളും മറ്റു പ്രൊഡക്ഷൻസും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ബിസിനസ്സിലും പെർഫോമൻസിലും ഒക്കെ ടോപ്പായി നിന്നിരുന്ന 50ക്ക് ലോകം മുഴുവൻ ആരാധകരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആവണം 50 ആസ്പദമാക്കി 2 വീഡിയോ ഗെയിംസ് പോലും പുറത്തിറങ്ങിയിട്ടുണ്ട്. 2005 ഇറങ്ങിയ ബുള്ളറ്റ് പ്രൂഫ് എന്ന ഗെയിമും 2009 ഇറങ്ങിയ ബ്ലഡ് ഓൺ ദ സാൻഡ് എന്ന ഗെയിമും 50യെ ബേസ് ചെയ്തിട്ടുള്ള ഗെയിമുകളായിരുന്നു. ഈ ഗെയിമുകളും മില്യൺസ് ഓഫ് കോപ്പീസ് വിറ്റുപോയവയാണ്. അപ്പൊ ഇതൊക്കെ സൂചിപ്പിക്കുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50ക്ക് പ്രായഭേദമന്യേ ഒരുപാട് സപ്പോർട്ടേഴ്സ് അന്നും ഇന്നും ഉണ്ട്. മാത്രമല്ല ഒരു ഗെയിമില് ഒരു ഹീറോ ക്യാരക്ടറായിട്ട് ഒരാളെ കാണണമെന്നുണ്ടെങ്കിൽ റിയൽ ലൈഫിൽ അദ്ദേഹത്തിന്റെ ജീവിതം എത്രത്തോളം ആളുകളെ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. ബിസിനസ് മേഖലയാണെങ്കിലും റാപ്പ് മേഖലയാണെങ്കിലും എന്റർടൈൻമെന്റ് ഫിലിം ഇൻഡസ്ട്രി മേഖലയാണെങ്കിലും 50 എവിടെ തൊട്ടാലും അത് സക്സസ്ഫുൾ ആവും എന്നുള്ള ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞു. 50 ഒരു സക്സസ് മന്ത്രയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇപ്പോഴും അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് മോഗുൾ എന്നാണ്. അതായത് ഒരുപാട് പൈസ ഉണ്ടാക്കി ഒരുപാട് അറിവൊക്കെ ഉള്ള ഒരാളാണ് 50 സെന്റ്. അങ്ങനെയാണ് ആളുകൾ ഇപ്പോഴും അയാളെ കാണുന്നതും. എല്ലാ മേഖലയിലും സക്സസ്ഫുൾ ആയ 50 സെന്റിന് ആകപ്പാട് അടിപതറിപ്പോയ ഒരു മേഖല എന്ന് പറയുന്നത് കുടുംബമാണ്. 50 സെന്റിന്റെ മൂത്ത മകനായ മാർക്കസുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളും അദ്ദേഹത്തിന്റെ സ്വരച്ചേർച്ചയില്ലായ്മയും ഒക്കെ നാട്ടിലെല്ലാം ഭയങ്കര പ്രശസ്തമാണ്. ഇപ്പോഴും പലപ്പോഴും ന്യൂസുകളിലൊക്കെ വരുന്ന കാര്യങ്ങളാണ്. 50 സെന്റ് ഡ്രഗ്സ് വിൽക്കുന്ന കാലത്ത് അന്ന് അദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ട് ആയിരുന്ന പെണ്ണായിരുന്നു ഷാനിക് എന്ന് പറയുന്നത്. ഈ ഷാനിക്കില് 50ക്ക് ഉണ്ടായ മോനാണ് മാർക്കസ് എന്ന് പറയുന്നത്. ഈ ഷാനിക് എന്ന് പറയുന്ന സ്ത്രീ വെറുതെ ഇരുന്ന് ക്യാഷ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ 50 ഒന്ന് ഫേമസ് ആയതിനു ശേഷം ഷാനിക്കിന്റെ അപ്രോച്ച് എന്ന് പറയുന്നത് 50യുടെ മകന്റെ അമ്മയാണ്. അതുകൊണ്ട് തന്നെ 50 ഇവർക്ക് വെറുതെ പൈസ കൊടുക്കണം. പക്ഷെ 50 എന്ന് പറയുന്ന വ്യക്തി എപ്പോഴും ജീവിതത്തെ കാണുന്നത് ഒരു യുദ്ധം പോലെയാണോ? എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ എവിടെയും തോറ്റു പോകാൻ പാടില്ല, സെൽഫ് ഡിപ്പെൻഡന്റ് ആയിരിക്കണം, ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എന്നൊക്കെ വിശ്വസിക്കുന്ന 50ക്കും ഇവർക്കും തമ്മിൽ ആ ഒരു കോൺസെപ്റ്റ് വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും അടിയാണ്. അങ്ങനെ ഇവർ തമ്മിലുള്ള അടിക്ക് അനന്തര ഫലം എന്നോണം 50 സെന്റിന്റെ മൂത്ത മകനായ മാർക്കസിനോട് കോടതി വിധിച്ചത് അമ്മയുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടിക്കാലം മുതൽ. എന്ന് വെച്ചിട്ട് 50 ഒരിക്കലും ഇവർക്ക് പൈസ കൊടുത്തിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. 50 ഒരുപാട് തരം ഫിനാൻഷ്യൽ ഹെൽപ്പുകളും ഈ ഒരു ഷാനിക്കിനും അദ്ദേഹത്തിന്റെ മൂത്ത മകനായ മാർക്കസിനും ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ കുട്ടിക്കാലം മുതലേ ഷാനിക്കിന്റെ കൂടെ ജീവിച്ച മാർക്കസിന് 50യുടെ സ്വഭാവമല്ല, കൂടുതൽ അവന്റെ അമ്മയുടെ സ്വഭാവമാണ് കിട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കസും വിചാരിക്കുന്നത് ഒരു സെലിബ്രിറ്റി കിഡ് ആയതുകൊണ്ട് തന്നെ താനും ഒരുപാട് കാര്യങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടാൻ ബാധ്യസ്ഥനാണ്. തനിക്ക് ജീവിതത്തിൽ ഉയർച്ച ജോലിയൊന്നും ചെയ്യണ്ട, ചെയ്തില്ലെങ്കിലും പൈസ കിട്ടും എന്നുള്ളൊരു ലോജിക്കിലാണ് മാർക്കസും ജീവിക്കുന്നത്. അപ്പൊ ഇവിടെയും 50യുടെ ആശയവുമായി അല്ലെങ്കിൽ ജീവിത രീതിയുമായി മാച്ച് ആയി പോകാത്തതുകൊണ്ട് തന്നെ മാർക്കസുമായിട്ട് 50 കണ്ടിന്യൂസ് ആയിട്ട് അടിയാണ്. അങ്ങനെയായിരിക്കും ഒരു ദിവസം 50 സെന്റിന്റെ മൂത്ത മകനായ മാർക്കസ് സുപ്രീം മക്ഗ്രിഫ് എന്ന് പറയുന്ന ഒരു ഗുണ്ടയുടെ മകനുമായിട്ടുള്ള ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. ഈ സുപ്രീം മക്ഗ്രിഫ് എന്ന് പറയുന്ന ആൾ ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് 50 സെന്റിനെ 9 തവണ വെടിവെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ഇവന്റ് ആസൂത്രണം ചെയ്ത ആളായിരുന്നു ഈ സുപ്രീം മക്ഗ്രിഫ് എന്ന് പറയുന്നത്. അപ്പൊ തന്റെ ജീവൻ എടുക്കാൻ നോക്കിയ ഒരാളുടെ മകന്റെ കൂടെയുള്ള ഫോട്ടോ എടുക്കുന്നത് തനിക്ക് നേരെയുള്ള ഏറ്റവും വലിയ ഇൻസൾട്ട് ആയിട്ടാണ് 50 സെന്റ് കണ്ടത്. ഇത് കണ്ടതോടെ 50 സെന്റ് സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കലി പറഞ്ഞു തന്റെ മൂത്ത മകൻ മാർക്കസ് വഴിയിൽ വണ്ടിയിടിച്ച് ചത്ത് കിടക്കുന്നത് കണ്ടാൽ പോലും പുള്ളിക്കാരൻ തിരിഞ്ഞു നോക്കുകയില്ല. അങ്ങനെ മാർക്കസിനെ 50 എന്നേക്കുമായി ലൈഫിൽ നിന്നും അവോയ്ഡ് ചെയ്തു. ഇപ്പോഴും 50യുടെ മൂത്ത മകനുമായിട്ടുള്ള ബന്ധം അത്ര സ്ട്രോങ് അല്ല. അവർ തമ്മിൽ റിക്കറിംഗ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. 50ക്ക് രണ്ടാമത് ഒരു മകനും കൂടെ ഉണ്ട്. അപ്പൊ ആ മകനായിട്ടാണ് 50 സെന്റ് ഇപ്പൊ കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. ഫിസിക്കലിയും മെന്റലിയും ഫിനാൻഷ്യലിയൊക്കെ ഒരുപാട് സെറ്റ് ബാക്കുകൾ വന്നിട്ടും അതിൽ നിന്നൊക്കെ റിക്കവർ ആയി വന്ന് ഒരു വലിയ സ്ഥാനത്തെത്തി ഒരുപാട് ആരാധകരെ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് 50 സെന്റ്.
അങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ നിന്നും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അത് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് നമുക്ക്. പുള്ളിയെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. കാരണം പുള്ളിയുടെ ലൈഫിൽ നടന്ന പല കാര്യങ്ങളും വളരെ ഇൻസ്പിറേഷനിലാണ്. ചെറിയ ചെറിയ സ്റ്റോറികളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതൊക്കെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഹസൽ ഹാർഡർ ഹസൽ സ്മാർട്ടർ എന്ന് പറയുന്ന ഒരു ബുക്ക് പുള്ളിക്കാരൻ ഇറക്കിയിട്ടുണ്ട്. ഈ ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ആ വായിച്ചതിന് ശേഷം പുള്ളിയെ കുറിച്ച് എന്റെ റെസ്പെക്ട് വളരെ വലുതായിട്ട് കൂടി. ആ ഒരു റെസ്പെക്ട് കാരണമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് പോലും. അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റൊരു വ്യക്തിയുമായി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയുമായൊക്കെ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.